ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ മറ്റൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ നമ്മൾ കോഴിക്കോട്ടെ റഹ്മത്തോട്ടിലെ ബീഫ് ബിരിയാണിയും അതുപോലെ തന്നെ ടോപ്പ് ഫോമിലെ ബീഫ് ബിരിയാണിയും തമ്മിലുള്ള വ്യത്യാസങ്ങളാണ് നോക്കാൻ പോകുന്നത് കേട്ടോ. ഇത് റഹ്മത്തോട്ടിലെ ബീഫ് ബിരിയാണിയാണ്. നമുക്കൊന്ന് പൊടിച്ചു നോക്കാം. അടിപൊളി പാക്കറ്റൊക്കെ ആയിട്ടാണ് തരുന്നത്. സാലഡ്, അച്ചാറ് അവർ ഇങ്ങനത്തെ ഒരു പാക്കറ്റിലാണ് തരുന്നത്. കഴിച്ചാണ് അച്ചാറാണ്. നല്ല അടിപൊളി സോഫ്റ്റ് ബീഫാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. മസാലയൊക്കെ വെച്ച് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ബീഫൊക്കെ നല്ല ടേസ്റ്റ്, നല്ല മുരിഞ്ഞ ബീഫാണ്. ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ടോപ്പ് ഫോമിൽ നോക്കാം. ഇനി കഴിച്ച് നമുക്ക് ടോപ്പ് ഫോമിലെ ബീഫ് ബിരിയാണി നോക്കാം കേട്ടോ. ടോപ്പ് ഫോമിൽ നല്ല പാക്കൊക്കെ ആയിട്ട് തന്നിട്ടുണ്ട്. പൊളിച്ചോ. ഇത് നല്ല ടിന്നിലാക്കിയിട്ടാണ് തന്നത്. ഒരു ചമ്മന്തിയും കൂടി ഉണ്ട് കേട്ടോ. ടോപ്പ് ഫോമിൽ സ്റ്റിക്കർ കൊട്ടിച്ച പാക്കറ്റ് കേട്ടോ. കഴിച്ചോക്കാം. അതിൽ നമുക്ക് ഈ തൈരും ചമ്മന്തിയൊക്കെ ഒന്ന് പൊടിച്ച് വെക്കാം. തൈരും ചമ്മന്തിയും അച്ചാറൊക്കെ ഒന്ന് പൊടിച്ചിട്ട് വെക്കാം. റൈസൊക്കെ അത്യാവശ്യം ഉണ്ട് കേട്ടത്. അത്യാവശ്യം നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. മസാല കുറവാന്ന് തോന്നുന്നു. പീസൊക്കെ നല്ല വെന്തിട്ട് നല്ല സോഫ്റ്റ് പീസ് കേട്ടോ. ചമ്മന്തി
ചോറ്. എല്ലാം മിക്സാക്കിയിട്ട് ഒന്ന് കഴിച്ചോക്കാം. അതൊരു കല്യാണ വീട്ടിൽ കിട്ടുന്ന ബീഫ് ബിരിയാണി ഇല്ലേ, ആ ടേസ്റ്റ് കേട്ടോ. ബീഫ് നല്ല സോഫ്റ്റാണ്. ഞാനത് മൊത്തം കഴിച്ച് കഴിഞ്ഞിട്ട് അഭിപ്രായം പറഞ്ഞാൽ കേട്ടോ. അപ്പോൾ 2 സ്ഥലത്തെയും ബിരിയാണി കഴിച്ചു. രണ്ടും അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മളെ റഹ്മത്ത് ഹോട്ടലത്തെ ആയാലും ടോപ്പ് ഫോമിലത്തെ ആയാലും അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്നാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നല്ല അത്യാവശ്യം രുചിയും കാര്യം തോന്നിയത് റഹ്മത്ത് ഹോട്ടൽ തന്നെ കേട്ടോ. പണ്ടത്തെ ആ ടേസ്റ്റ് ഇപ്പോഴും അവർ നിലനിർത്തുന്നുണ്ട്. ബീഫ് നന്നായിട്ട് സോഫ്റ്റായിട്ട് വെന്തതൊക്കെ നമ്മുടെ റഹ്മത്ത് ഹോട്ടലിലാണ്. എൻ്റെ അഭിപ്രായമാണ്. ഇപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചാൽ നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറയാം. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.